ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ സ്റ്റെയർകേസിലെ ഈ റണ്ണിങ് ലൈറ്റ് എങ്ങനെ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വീട് കിട്ടിയാണ്. ഈ വീട്ടിൽ മൊത്തം 19 സ്റ്റെപ്പാണ് ഈ സ്റ്റെപ്പ് ഉള്ളത്. അതേമാതിരിക്ക് മേലക്കും ഉണ്ട്. മൊത്തം 36 സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം മാർബിൾ പണിയൊക്കെ അതേ കഴിഞ്ഞാണ്. അതിൻ്റെ സൈഡിൽ സ്കേർട്ടിങ് ഒട്ടിക്കാണ്ടി മുമ്പ് നമ്മൾ വന്നതാണ്. അതേമാതിരിക്ക് കയറിയിട്ട് പിന്നെ മേലോട്ട് ഇതേമാതിരിക്കൊരു നിരയും കൂടി ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെയാണ് ഒട്ടിക്കാനുള്ളത്. പിന്നെ ആദ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി 2 സെറ്റാണ് വാങ്ങിയത്. സെൻസറിൻ്റെ ബോർഡും 2 സെറ്റ് വാങ്ങി, 2 കിറ്റ്. ഒരു കിറ്റിന് തന്നെ സാധനം ആകുമ്പോഴത്തേന് 15 ഉറുപ്പ്യൻ്റെ അടുത്ത് വരും. 2 കിറ്റ് ആകുമ്പോഴത്തേന് 30 ഉറുപ്പ്യൻ്റെ അടുത്ത് വരും, വയറും കാര്യങ്ങളൊക്കെ പാടെ. അപ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇവിടെ. ആദ്യം നമുക്കായിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ വാള മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത്, ഇപ്പം നിലവിലുള്ള മാർബിൾ പണി കഴിഞ്ഞിട്ട് 8 ഇഞ്ച് മേപ്പോട്ട് നോക്കിയിട്ടാണ് കട്ട് ചെയ്തത്. അങ്ങനെ സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പോയി. നമുക്ക് 3 വേ ജംഗ്ഷനാണ് കൊടുക്കണത്. എന്നിട്ട് വാട്ടർ ലെവലിൻ്റെ പൈപ്പ് ആ സ്റ്റെപ്പിൻ്റെ താഴത്തേക്ക് ഇടാൻ വേണ്ടി അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത്, ഇനി 3 വേ ജംഗ്ഷൻ 20 mm പൈപ്പ് എടുത്തിട്ട് നമ്മൾ 75 mm 0.75 mm വയറാണ് നമ്മൾ ഇട്ടത്. അതിലും കുറവുള്ളവർക്ക് ഇടാണെങ്കിൽ ഇടാം. നമ്മൾ ആ വയറാണ് ഇട്ടത്. 3 വേ ജംഗ്ഷൻ കൊടുത്ത് അതേവർക്ക് വാട്ടർ ലെവലിൻ്റെ പൈപ്പും കൊടുത്തിട്ട് അരൂല് കൊണ്ടുപോയി വെച്ച്, എന്നിട്ട് ഈ 2 ഭാഗത്തുനിന്ന് വരുന്ന വയറും ആ കോണി സ്റ്റെപ്പിൻ്റെ നടക്കുന്ന ഭാഗത്തുനിന്ന് നേരെ ഉള്ളോട്ട് തുളച്ചാണ്ട് അവിടെയാണ് വെച്ചിട്ടുള്ളത്. വയറൊക്കെ വലിച്ച് അപ്പോഴത്തേനും ഇവിടെ ഓരോ മീറ്ററിൽ സ്റ്റെപ്പിൻ്റെ അളവ് എടുത്തിട്ട് സ്ലിപ്പ് ഷോൾഡർ ചെയ്യാണ്. 5 മീറ്ററിൻ്റെ സ്ലിപ്പല്ലേ കിട്ടുക. നമ്മൾ ഇങ്ങനെ മുറിച്ചിട്ട് സ്റ്റെപ്പിൻ്റെ അളവിൽ വയർ ഷോൾഡർ ചെയ്തെടുക്കണം. അവിടെ ഒരു പണിയെടുക്കുമ്പോഴത്തേന് നമ്മൾ ഷോൾഡർ ചെയ്തുകൊണ്ടൊക്കെ ടെസ്റ്റ് ചെയ്യും വേണം, കത്തുണ്ടോയെന്നൊക്കെ. അപ്പോൾ ഒക്കെ ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചാനൽ ഒട്ടിക്കണം. കഴിയുമ്പോൾ ഞാൻ കട്ട് ചെയ്തിങ്ങ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർബിൾ പണിക്കാരോട്. പക്ഷേ ഓല ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിനി ഒട്ടിപ്പേ നടക്കും. അപ്പോൾ ഇത് 5 mm വളരെ ചെറിയ പ്രൊഫൈലാണ്, ഓപ്പണാണ് വാങ്ങിയത് നമ്മൾ. അപ്പോൾ ഇതിനാണ് നമ്മൾ സ്ലിപ്പ് ഒട്ടിക്കണം. അത് ഒട്ടിച്ച് നിർത്തുന്ന ഒരു ടാസ്ക്കാണ് നമുക്ക്. അപ്പോൾ 3 mm വണ്ടിമേലൊക്കെ ഒട്ടിക്കുന്ന ഒരു പശ ഉണ്ട്. അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ പോരൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതാണ് ട്രൈ ചെയ്യണത് ഇവിടെ. അങ്ങനെ പ്ലാസ്റ്റർ വൈറ്റ് സിമെൻ്റൊക്കെ ഇട്ട് നമ്മൾ ഈ പൈപ്പ് പോയ സ്ഥലങ്ങളൊക്കെ ഒന്ന് ജോയിൻ്റ് അടിച്ചിട്ടുണ്ട്, പൊട്ടിച്ചൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിക്കണം. ഈ പ്രൊഫൈലുമേൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്യാണ്. നല്ല രീതിയിൽ പ്രസ് ചെയ്ത് എല്ലാ പ്രൊഫൈലിനും ഒട്ടിച്ച് ആദ്യം വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആ സ്റ്റിക്കറിനെ ഒഴിവാക്കിയിട്ട് അതിമ്പോൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി സ്റ്റെപ്പിൻ്റെ താഴത്ത്. അപ്പോൾ അതിനൊരു ചെറിയ പശയും തന്നിട്ടുണ്ട്. ആ പശയാണ് ആ സ്റ്റീലമ്മ തേച്ചാണ്ട് വല്ല സ്റ്റെപ്പിൻ്റെ അടിയിലും പ്രൊഫൈലിൻ്റെ താഴത്തും ആദ്യം ഒന്ന് പരറ്റി കൊടുത്തിട്ടാണ് ഈ ടാപ്പ് ഒട്ടിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കവറിങ് ഒക്കെ അപ്പം തന്നെ ഇടുകയാണ്. പിന്നെ അത് ഒട്ടിച്ചാൽ മതി, പിന്നെ അവിടെ പണി വരുന്നില്ല. അപ്പോൾ മാർബിൾ പണി എടുക്കണമെങ്കിൽ മുമ്പാണെങ്കിൽ നമുക്ക് ഈ ഒരു കട്ടിങ് ആദ്യം അവിടെ ഇട്ടുണ്ടെങ്കിൽ സുഖേന് വല്ല പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് ഒട്ടിച്ച് പോയേനെ. അപ്പോൾ ഈ ചാനലിൻ്റെ ചെറിയൊരു വക്ക് ഇങ്ങനെ കാണും അവിടെ. മാർബിൾ പണി കഴിഞ്ഞ് ഏകദേശം കഴിയാണ് അതിന്. നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മാർബിൾ പണിക്കാർ. അവർക്കിങ്ങനെ വേണം പറഞ്ഞപ്പോഴേ. അപ്പോൾ അങ്ങനെ നമ്മൾ സെൻസർ ഇനി ഫിറ്റ് ചെയ്യാനുണ്ട്. ഇതാണ് സെൻസർ. ആ സെൻസറിൻ്റെ കണക്ഷൻ 3 വയർ നമ്മൾ അടിയത്തെ ജംഗ്ഷൻ ബോക്സ് കിട്ടീനി. ആ ജംഗ്ഷൻ ബോക്സ് കുറച്ച് ഡീപ്പ് ജംഗ്ഷൻ ബോക്സ് കേട്ടോ, കുറച്ച് ഉള്ളിലേക്ക് ഉള്ള ടൈപ്പാണ്. സാധാ 20 mm ജംഗ്ഷൻ ബോക്സ് അല്ല, കുറച്ച് ഉള്ളോട്ട് ഉള്ള ജംഗ്ഷൻ ബോക്സ് അവിടെ വെച്ചിട്ട്. കാരണം ഈ സെൻസർ അവിടെ കുടുങ്ങണേ, നമ്മൾ സ്ക്രൂ ചെയ്ത് ചെയ്യുമ്പോൾ അത്ര ഉള്ളോട്ട് ഉണ്ടായതുകൊണ്ട് അത് കുടുങ്ങണം. അപ്പോൾ അത് കുടുങ്ങാൻ വേണ്ടിയുള്ള കണക്ഷനാണ് നമ്മൾ ടാപ്പ് 3 കൊടുത്തിട്ട് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഈച്ച് ഓരോ സ്റ്റെപ്പിനും ഉണ്ടാവും. താഴത്ത് മുകളിലായിട്ട് നമ്മൾ 2 സെറ്റ് ചെയ്യണോണ്ട് കുറച്ച് റിസ്ക് ആയിരുന്നു. അങ്ങനെ 2 സെറ്റും ചെയ്ത് സെൻസറൊക്കെ ഫിറ്റ് ചെയ്ത് വയർ കണക്ഷനൊക്കെ നമ്മൾ ഈ ബാത്റൂമൊക്കെയാണ് തുളച്ചത്. അല്ലെങ്കിൽ ഇങ്ങോട്ട് അവിടെ സ്കിൻലെസ് ബോക്സ് വെച്ചിട്ട് അവിടെ ഒരു 400 വാട്ട്സിൻ്റെ 32 ആമ്പിയറിൻ്റെ അടുത്ത് വരുന്ന ഒരു SMPS ബോക്സും പിന്നെ ഇതൊക്കെ ഈ വയറൊക്കെ പടയിൻ്റെ ഉള്ളിൽ കൊള്ളിച്ചിട്ട് ഈ സിൻറ്റെക്സ് ബോക്സിൽ അടിച്ചിട്ടിരിക്കുകയാണ്. അത് വല്ല ശ്രദ്ധയപ്പെടില്ല. ഇതിൻ്റെ കണക്ഷനൊക്കെ ലാസ്റ്റ് ക്ലിയർ ആയിട്ട് വിവരിക്കുന്നുണ്ട് എങ്ങനെ കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ. സെൻസറിൻ്റെ കണക്ഷനൊക്കെ വന്ന് വയറൊക്കെ കൊടുത്തിട്ട് അവിടെയാണ് നമ്മൾ സെറ്റാക്കുന്നത്. ഇത് നേരെ കോണിക്കൂടിൻ്റെ ഈ ഫസ്റ്റ് കയറുന്ന ഒരു 8 സ്റ്റെപ്പിൻ്റെ വയറും മേലിൽ നിന്ന് വരുന്ന
ഒരു 6 സ്റ്റെപ്പിൻ്റെ വയറും കൂടി അവിടെ നിന്നാണ് തുളച്ചിട്ട് നേരെ ഈ ബാത്റൂമിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടിരിക്കുകയാണ്, കാണൂല വരുമ്പോഴൊന്നും. അപ്പോൾ എന്താ വെച്ചാൽ ഈ എല്ലാ വയറും കൂടി അടിയിലേക്ക് കോണിക്കൂട്ടക്ക് വരണ്ട. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം ചെയ്ത് കണക്ഷനൊക്കെ കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്, എല്ലാവരും ഒട്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാവും കയറി പോകുമ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് കത്തി 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 പോണ്. ഇതുപോലെ താഴത്തേക്കും ഉണ്ട്. നമ്മൾ കാണിക്കാൻ പോകുന്നത് സ്റ്റെയർ കേസ് LED കണ്ടില്ലേ, ഓരോ കാലിങ്ങനെ എടുത്ത് വെച്ച് പോകുമ്പോൾ സ്റ്റെപ്പ് ലൈറ്റെത്തി ഇങ്ങനെ കയറി പോണേ ആ സാധനമാണ്. അപ്പോൾ അതിൻ്റെ കണക്ഷനാണ് ഞാൻ കാണിക്കുന്നത്. അതായത് ചെയ്യാൻ പൂതിലുകൾക്കൊക്കെ അറിയാത്തവർക്കൊക്കെ പഠിക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 32 സ്റ്റെപ്പിന് കൊടുക്കാനുള്ള രീതിയാണ്. ഇതുമുള്ള നോബുകളും കാര്യങ്ങളും കാണിച്ചു തരാം. നമ്മൾ കണ്ടില്ലേ ഇവിടെ ന്യൂട്രൽ 1 മുതൽ 8 വരെ ന്യൂട്രലുണ്ട്. അതേമാതിരി ന്യൂട്രൽ 1 മുതൽ 8 വരെ അതിൻ്റെ പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് അതിന് നമ്മൾ സ്റ്റെപ്പിൻ്റെ LED കൊടുത്ത് സ്ലിപ്പ്, അതായത് ന്യൂട്രൽ 1 കൊടുത്ത് ന്യൂട്രൽ 2 കൊടുത്ത് അതേമാതിരിക്കാണ് ഇതൊക്കെ കൊടുത്തത്. 9 കൊടുത്ത് 9 കൊടുത്ത്. അപ്പോൾ ഞാനിത് ഗ്യാപ്പിട്ട് ഓരോതിൽ കാണിച്ചാണ്. ഇത് നമ്മൾ ഒന്നാമത്തെ കൊടുക്കണമെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് 1 കൊടുക്കുക, രണ്ടാമത്തെ സ്റ്റെപ്പ് 2 കൊടുക്കുക, മൂന്നാമത്തെ സ്റ്റെപ്പിൻ്റെ ന്യൂട്രൽ 3 കൊടുക്കുക. അതേമാതിരി ന്യൂട്രലുകൾ ഒന്നാമത്തെ സ്റ്റെപ്പിൻ്റെ ഫേസ് പോസിറ്റീവ് 1 കൊടുക്കുക, 2 കൊടുക്കുക, അങ്ങനെയാണ് പോരേണ്ടത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാണ് എത്രയും കൊടുക്കുക. ഇവിടെ ഇതിങ്ങനെ ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഇത് 1 ഇവിടെ തുടങ്ങി ഇങ്ങനെ പോരുമെന്ന് പറഞ്ഞു. ഇവിടെ ആരോ മാർക്കും കിട്ടുക തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ആരോ മാർക്ക് കാണിച്ചത്. കാരണം ഇത് കൂടെയാണ് തിരിച്ച് പോകുന്നത്. അതിൻ്റെ അക്കം അങ്ങനെയാണ് വരുന്നത്. ഇവിടെ 16 കഴിഞ്ഞാൽ പിന്നെ 17ൻ്റെ പോസിറ്റീവ് ഇവിടെയാണ്, 17ൻ്റെ നെഗറ്റീവ് ഇവിടെയാണ്. അപ്പോൾ അത് നോക്കി തന്നെ കൊടുക്കണേ. അപ്പോൾ നമ്മൾ എല്ലാത്തിലും ഓരോന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഇത് വർക്ക് ചെയ്യണ കാണിച്ചുതരാം. എന്നിട്ട് ഇവിടെ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഒരു SMS എടുത്ത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 400 വാട്ട്സിൻ്റെ ഒരു SMS ആണ് എടുത്തത്. നല്ല പവറുള്ള SMS കൊടുക്കുക. അപ്പോൾ എത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷന്. നിങ്ങൾക്ക് ഇതൊക്കെ വരാനുള്ളത് നമ്മൾ കൊടുക്കേണ്ടത് സ്റ്റെപ്പിൻ്റെ താഴത്ത് കയറുമ്പോൾ സെൻസർ ഇവിടെയും കൊടുക്കാണ്ട്, മേലെ അവസാനിക്കുന്നിടത്ത് സെൻസർ ഇവിടെയും കൊടുക്കാണ്ട്. ആ 2 സെൻസറാണിത്. അപ്പോൾ ഇതും കൂടി ഞാൻ കണക്ട് ചെയ്യുക. ഇത് 2 പിന്ന്, ഈ കാണുന്ന പിന്നാണ് കണക്ട് ചെയ്യുന്ന ആവശ്യമുള്ളൂ. ഈ 2 പിന്ന് കണക്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് വയറിനനുസരിച്ച് നിങ്ങൾ നീട്ടം കൂട്ടുക. ഈ സെറ്റിൻ്റെ ഇപ്പോൾ വയറും കിട്ടുന്നുണ്ട്. അപ്പോൾ അതും കൂടി കണക്ട് ചെയ്തിട്ട് കാണിച്ചേ. നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സെൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ക്ലിപ്പ്. അത് നേരെ പോയിട്ട് നമ്മൾ സ്റ്റെപ്പ് ഇവിടെ വെക്കണേ അവിടെ ഈ സെൻസർ വെക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതിൻ്റെ ഇപ്പോൾ ഒരു സാധനം കിട്ടും, ഇത് വെക്കണം. അതിൻ്റെ റിഫ്ലക്ഷനാണ്. ഇതുമ്പോൾ തട്ട് എത്ര ഇതിന് വേണ്ടിയെന്നുള്ളത്. ഈ ഗ്യാപ്പ് കൂടെ സ്റ്റെപ്പ് കയറി പോകുമ്പോഴേ ഇത് കത്തും, ഓൺ ഓഫ് ആവുള്ളൂ. അതുപോലെ തന്നെ മറ്റേ സെൻസറിൻ്റെ വയർ ഞാൻ കൊണ്ടുപോയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഈ സാധനം വെക്കണം. കാരണം ഇത് കൂടെ പാസ് ചെയ്യുമ്പോഴേ അത് ഓൺ ഓഫ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എത്ര സ്റ്റെപ്പ് വേണോ, ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ സെറ്റിങ്സിൻ്റെ ഉണ്ട്. ഇത് നെക്കിയാണ്ട് ഒരു നെക്കി പിടിക്കുക. അത് നെക്കി പിടിക്കുമ്പോൾ ഇതാ ഒന്നാമത്തെ സ്റ്റെപ്പ് കത്തി. ഇപ്പോൾ ഈ ഒന്നാമത്തെ സ്റ്റെപ്പിൻ്റെ ഇവിടെ 1 എന്നുണ്ടല്ലോ ലൈറ്റ് കത്തുന്നുണ്ട്, കാണണ്ടല്ലോ നീല ലൈറ്റ്. അപ്പോൾ നമുക്ക് എത്ര സ്റ്റെപ്പ് വേണം അതിൽ ഇങ്ങനെ ആക്കിയപ്പോൾ 2 സ്റ്റെപ്പ് കത്തി, 3ാമത്തെ സ്റ്റെപ്പ് കത്തി, 4ാമത്തെ സ്റ്റെപ്പ് കത്തി, 5ാമത്തെ സ്റ്റെപ്പ്. നമുക്ക് എത്ര സ്റ്റെപ്പ് ഉണ്ടോ ആ സ്റ്റെപ്പിനനുസരിച്ച് ഇതിങ്ങനെ കൊടുക്കുക. ഇപ്പോൾ 2ാമത്തെ LED ഇവിടെ തെളിഞ്ഞിട്ടോ. LED ഫുള്ള് സ്റ്റെപ്പിനും കൊടുത്താൽ ഫുള്ളും കത്തും. ഇപ്പോൾ നമ്മൾ ഗ്യാപ്പിട്ട് വെച്ച് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് എത്ര സ്റ്റെപ്പ് ഉണ്ട്, 30 സ്റ്റെപ്പൊന്നും ഉണ്ടാവില്ല. എത്ര സ്റ്റെപ്പുള്ളത് ആ സ്റ്റെപ്പിനനുസരിച്ച് വെക്കുക. ഞാൻ അതിൽ ഫുള്ള് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ള് സ്റ്റെപ്പും കൊടുത്ത്, അപ്പോൾ ഫുള്ള് സ്റ്റെപ്പും കത്തി. അപ്പോൾ ഒക്കെ വർക്ക് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പോൾ കണക്ട് ചെയ്താൽ ഒക്കെ വർക്ക് ചെയ്തിട്ട് മനസ്സിലാകും. എന്നിട്ട് ഇതൊന്ന് നെക്കി പിടിക്കുക. നെക്കി പിടിച്ചാൽ ഒന്ന് കട്ട് ഓഫ് ആവും. ഇപ്പോൾ ഓഫായി. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ലൈറ്റിൻ്റെ ഇവിടെ അങ്ങനെ ഉണ്ട് ഫുള്ള്. ഇതിൻ്റെ ഡിലേ ആണ്. ഡിലേ ടൈം പറഞ്ഞാൽ എത്ര ടൈം ഓരോ സ്റ്റെപ്പ് എത്ര ഗ്യാപ്പിട്ട് കത്തേണ്ടതെന്നല്ലേ. 1 മെമയം കത്തും, 2 ഒന്നും കൂടി വെയിറ്റ് ചെയ്ത് കത്തുക, 3 ഒന്നും കൂടി വെയിറ്റ് ചെയ്ത് കത്തുക, 4 കൂടുതൽ വെയിറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റിങ്സ്. ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ പരിപാടി സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെയാണ് വേണ്ടിയെന്നുള്ളത്